തെറ്റ് 1971 ഏപ്രിൽ 10 പുറത്തിറങ്ങിയ തെറ്റ് എന്ന സിനിമയുടെ നിർമ്മാതാവ് സി ബേബിയാണ്. കഥ തിരക്കഥ പി അയ്യനേത്ത്, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയവർ യേശുദാസ്, പി സുശീല, മാധുരി. പള്ളിയരമന വെള്ളിയരമനയിൽ എന്ന ഗാനം പ്രശസ്തമായിരുന്നു. അഭിനയിച്ചവർ സത്യൻ, ഷീല, കെ പി ഉമ്മർ, വീരൻ, ബഹദൂർ, ഫിലോമിന, ടി ആർ ഓമന, സാധന, പറവൂർ ഭരതൻ, ബേബി സുമതി, പ്രേമ, ജൂനിയർ ഷീല, മുരളീദാസ്, കമല, വഞ്ചിയൂർ രാധ, ലീല, ജയകുമാരി. ക്യാമറ സി നമസ്. സംവിധാനം കെ എസ് സേതുമാധവൻ. കഥ: തിരുവല്ലയിലെ ഉന്നതനായ പണക്കാരനാണ് കൈപ്പശ്ശേരി പൈലി. അയാളുടെ യൗവനയുക്തയായ സുന്ദരിയായ മകൾ ബേബി. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ബേബി സഹപാഠിയായ മാത്യുവിനെ പ്രണയിക്കാൻ തുടങ്ങി. കോളേജ് വിദ്യാഭ്യാസം തീരുന്ന ദിവസം അവളും അവനും തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വച്ച് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. എന്നാൽ തൻ്റെ കന്യകാത്വം നഷ്ടപ്പെട്ടതിൽ തിരിച്ചറിവ് വന്ന അവൾ പശ്ചാത്താപ വിവശയായി. അപ്പോൾ 2 മാസത്തിനകം വിവാഹം നടത്തിക്കൊള്ളാമെന്ന് മാത്യു അവൾക്ക് ഉറപ്പു നൽകി. 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കത്ത് ലഭിച്ചു. ബോംബെയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുവെന്നും 1 മാസത്തിനകം തിരിച്ചെത്തി വിവാഹം കഴിച്ചു കൊള്ളാമെന്നുമായിരുന്നു കത്തിൽ. പറഞ്ഞ കാലങ്ങളെല്ലാം കഴിഞ്ഞു. മാത്യു തിരിച്ചു വന്നില്ല. അവളാണെങ്കിലോ ഗർഭിണിയും. അവൾ വിവരം മാത്യുവിനെ കത്തെഴുതി അറിയിച്ചുവെങ്കിലും മറുപടി വന്നില്ല. ഇതിനിടെ അപ്പൻ അവൾക്ക് സിംഗപ്പൂരിൽ ഉയർന്ന ഉദ്യോഗമുള്ള ചെങ്ങന്നൂർ മതിലകത്ത് വീട്ടിലെ ജോണിയെ വരനായി കണ്ടുവച്ചിരിക്കുന്നു. അവൾ ഉപ്പാപ്പാൻ്റെ മകൾ ലിസിയെ കൊണ്ട് തൻ്റെ പ്രണയകാര്യം അമ്മയെ അറിയിച്ചു. അമ്മച്ചിയിൽ നിന്നും അപ്പച്ചനറിഞ്ഞു. അവർ കോപാകുലരായെങ്കിലും മകളുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയേ നിവർത്തിയുണ്ടായുള്ളൂ. കൈപ്പശ്ശേരി പൈലി മാത്യുവിൻ്റെ വീട് തേടിപ്പോയി. അയാളൊരു ഞെട്ടുന്ന സത്യമാണ് അറിഞ്ഞത്. അവൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിവാഹിതനായിരുന്നു. ഒരു കുട്ടിയുടെ പിതാവുമാണ് അവൻ. മരണമേ മാർഗമുള്ളൂ എന്ന് വിശ്വസിച്ച അവളെ ആ സാഹസത്തിൽ നിന്നും കൈപ്പശ്ശേരിയിലെ കൊച്ചാപ്പിച്ചേട്ടൻ എന്ന ജോലിക്കാരൻ പിന്തിരിപ്പിച്ചു. ചെങ്ങന്നൂർക്കാർ ജോണിക്കുട്ടി പെണ്ണ് കാണാൻ വന്നു. കണ്ടു, ഇഷ്ടപ്പെട്ടു. വിവാഹം നടന്നു. ആദ്യ രാത്രി ബേബി 4 മാസം ഗർഭിണിയാണ് എന്ന സത്യം അവൾ അയാളോട് തുറന്നു പറഞ്ഞു. സ്തംഭിച്ചുപോയ അയാൾ കുടുംബത്തിൻ്റെ യശസ് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു. ഇനിമേൽ ലോകരുടെ മുന്നിൽ മാത്രം നമ്മൾ മാതൃകാ ദമ്പതികളായി ജീവിക്കും. ലോകരുടെ മുന്നിൽ മാത്രം. അവൾക്കൊന്നും മറുപടി പറയാനുണ്ടായില്ല. പിന്നീട് നടന്ന കഥയാണ് ആകാംക്ഷാഭരിതവും ഹൃദയസ്പർശിയുമായി മാറുന്നത്. സംഭവ വികാസങ്ങളിലൂടെ, ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളിലൂടെ സിനിമ തുടരുകയാണ്.